നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കേൾക്കേണ്ടതില്ല. ഓരോ രാശിയിലും വരുന്ന നാളുകളും അത് ആരംഭിക്കുന്ന സമയവും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനാൽ ആ സമയം മുതൽ കേട്ടാൽ മതിയാകും. മേടം രാശി. ചന്ദ്രചിഹ്നമനുസരിച്ച് രണ്ടാം ഭാവത്തിൽ വ്യാഴം വരുന്നതിനാൽ ഈ ആഴ്ചയുടെ ആരംഭം നിങ്ങൾക്ക് അത്ര ഊർജ്ജദായകമാകില്ല. മാത്രമല്ല ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ അസ്വസ്ഥരാകുകയും ചെയ്യും. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ അല്പം ശാന്തമാകേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം നിങ്ങളുടെ ദേഷ്യ സ്വഭാവം നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കും. ഈ ആഴ്ച നിങ്ങളുടെ വീടിന്റെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ധാരാളം പണം ചിലവഴിക്കും. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തുക ഉദ്ദേശിച്ചിരിക്കാം, പക്ഷേ ഈ ചെലവുകൾ നിങ്ങളുടെ ഭാവിയിലെ സാമ്പത്തിക പ്രതിസന്ധികൾ ഉയർത്തും. ഈ ആഴ്ച കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വാർത്ഥമായ വിധി കുടുംബാംഗങ്ങളെ നിങ്ങൾക്കെതിരെയാക്കാം. അതിനാൽ കുടുംബവുമായി ബന്ധപ്പെട്ട ഏത് തീരുമാനവും എടുക്കുമ്പോൾ വീട്ടിലെ അംഗങ്ങളുമായി സംസാരിക്കുന്നത് നല്ലതാണ്. ചില പെട്ടെന്നുള്ള ജോലി മൂലം പ്രിയപ്പെട്ടവരുമായി ഒരു യാത്ര പോകാനുള്ള ഒരു പദ്ധതി പെട്ടെന്നുള്ള ഇല്ലാതാക്കേണ്ടതായി വരാം. ഇത് നിങ്ങളുടെ മനസ്സ് വിഷാദത്തിലാകാം. എന്നിരുന്നാലും ഈ സമയം വിഷമിക്കാതിരിക്കുക. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 11ാം ഭാവത്തിൽ വരുന്നതിനാൽ നിങ്ങളുടെ രാശിയിലെ ഗ്രഹസ്ഥാനങ്ങൾ ഈ സമയത്ത് നിങ്ങളിൽ ചില രാശിക്കാർക്ക് സ്ഥാനമാറ്റം അല്ലെങ്കിൽ ജോലിയിൽ നല്ല മാറ്റം ലഭിക്കാൻ സാധ്യത കാണുന്നു. എന്നിരുന്നാലും ഇതിനായി നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുമായുള്ള ബന്ധം തുടക്കം മുതൽ തന്നെ മെച്ചപ്പെടുത്തേണ്ടതാണ്. ഈ ആഴ്ച വിദ്യാർത്ഥികൾ അവരുടെ ചങ്ങാതിമാരുമായുള്ള കൂട്ടുകെട്ടിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ തെറ്റായ സഹവാസം കാരണം സ്കൂളിലോ കോളേജിലോ നിങ്ങളുടെ പ്രതിച്ഛായയെ മോശമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ അധ്യാപകരുടെ പിന്തുണയും നിങ്ങൾക്ക് നഷ്ടമാകാം. ഇടവം രാശി. ചന്ദ്രചിഹ്നമനുസരിച്ച് 1ാം ഭാവത്തിൽ വ്യാഴം വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങൾക്ക് വളരെ ക്ഷീണം അനുഭവപ്പെടും. അതിനാൽ നിങ്ങൾ മറ്റുള്ളവരോട് ചെറിയ കാര്യങ്ങളിൽ പോലും ദേഷ്യപ്പെടാം. ഇത് മറ്റുള്ളവരെ നിങ്ങളിൽ നിന്ന് അകറ്റാനും അവരുടെ പിന്തുണ ഇല്ലാതാക്കാനും ഇടയാക്കും. പണത്തിന്റെ വലിയൊരു ഭാഗം വളരെക്കാലം എവിടെയെങ്കിലും കുടുങ്ങിയിരുന്നെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് ഒടുവിൽ ആ പണം ലഭിക്കും. കാരണം ഇപ്പോൾ പല ശുഭഗ്രഹങ്ങളുടെയും സ്ഥാനവും കാഴ്ചപ്പാടും നിങ്ങളുടെ രാശിചക്രത്തിലെ അനേകം ആളുകളുടെ പണനേട്ടങ്ങൾക്ക് സാധ്യത ഒരുക്കും. ഈ ആഴ്ച കുടുംബാംഗങ്ങളുടെ സന്തോഷകരമായ പെരുമാറ്റം കുടുംബത്തിന്റെ അന്തരീക്ഷം സന്തോഷകരവുമാക്കാൻ നിങ്ങളെ സഹായിക്കും. ഇതിനൊപ്പം ആഴ്ചയുടെ 2ാം പകുതിയിൽ ബന്ധുവിൽ നിന്നുള്ള ചില നല്ല വാർത്തകൾ പെട്ടെന്ന് കുടുംബത്തെ മുഴുവൻ സന്തോഷിപ്പിക്കും. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 11ാം ഭാവത്തിൽ വരുന്നതിനാൽ നിങ്ങളുടെ ജോലിക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ച നിങ്ങളുടെ പരിശ്രമങ്ങൾക്കും ചിന്തകൾക്കും നിങ്ങളുടെ വിധിയുടെ പൂർണ്ണ പിന്തുണ ലഭിക്കും. ഒപ്പം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യും. ഈ ആഴ്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കേണ്ടിവരും. ഇത് നിങ്ങളുടെ സമ്മർദ്ദം വർദ്ധിപ്പിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു മുതിർന്നയാളുമായി ആലോചിക്കുന്നത് നല്ലതാണ്. മിഥുനം രാശി. ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു 10ാം ഭാവത്തിൽ വരുന്നതിനാൽ നിങ്ങളുടെ ആരോഗ്യം ഈ ആഴ്ച മികച്ചതായിരിക്കും. ഈ സമയത്ത് നിങ്ങൾ ഊർജ്ജം നിറഞ്ഞവരായിരിക്കും. കൂടാതെ നിങ്ങളുടെ എല്ലാ ജോലികളും കാര്യക്ഷമമായി പൂർത്തിയാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. അത്തരമൊരു സാഹചര്യത്തിൽ ഉപയോഗശൂന്യമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ്. നിങ്ങൾ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ ഈ ആഴ്ച നിങ്ങളുടെ വീട്ടുടമസ്ഥൻ മുൻകൂർ കാശ് അല്ലെങ്കിൽ വീട് നന്നാക്കാൻ ആവശ്യപ്പെടും. ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ വഷളാക്കും. അതിനാൽ തുടക്കം മുതൽ തന്നെ ആവശ്യത്തിന് ലാഭിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ പിന്തുണയ്ക്കും. ഈ ആഴ്ച നിങ്ങളുടെ നല്ല പെരുമാറ്റം കുടുംബാംഗങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുവെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇതുമൂലം നിങ്ങൾക്ക് നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടിവരും. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 9ാം ഭാവത്തിൽ വരുന്നതിനാൽ ഇതൊക്കെയാണെങ്കിലും നിങ്ങളെ തന്നെ ശക്തരാക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതിനാൽ തുടക്കം മുതൽ ഇത് ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഈ ആഴ്ച നിങ്ങളുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളുണ്ടാകും. അതിനാലാണ് നിങ്ങളുടെ മനോഭാവവും ഒരു പരിധിവരെ അസ്ഥിരമായി തുടരാം. തൽഫലമായി നിങ്ങളുടെ ഈ മനോഭാവം കാരണം നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടിവരും. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ കുറച്ച് മാന്യത പാലിക്കുകയും മനസ്സ് തുറന്ന് സംസാരിക്കുകയും ചെയ്യുക. ഈ ആഴ്ച ജോലിസ്ഥലത്തെ ഏത് മീറ്റിംഗിലും നിങ്ങളുടെ ചിന്തകളും നിർദ്ദേശങ്ങളും നൽകുമ്പോൾ നിങ്ങൾ വളരെ വ്യക്തമായിരിക്കേണ്ടതുണ്ട്. കാരണം നിങ്ങൾ നേരിട്ട് ഉത്തരം നൽകുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബോസും മേലുദ്യോഗസ്ഥരും നിങ്ങളോട് ദേഷ്യപ്പെട്ടേക്കാം. ഇക്കാരണത്താൽ നിങ്ങൾക്ക് നിരാശ തോന്നും. മനസ്സിലെ നിഷേധ ചിന്തകൾ വിഷത്തേക്കാൾ അപകടകരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ ആഴ്ച അത്തരമൊരു സാഹചര്യത്തിൽ യോഗയുടെയും ധ്യാനത്തിന്റെയും സഹായത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ മനസ്സിലുണ്ടാകുന്ന എല്ലാത്തരം നിഷേധാത്മകതകളും ഇല്ലാതാക്കാൻ കഴിയും. കർക്കിടകം രാശി. ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം 11ാം ഭാവത്തിൽ വരുന്നതിനാൽ ആരോഗ്യ രംഗത്ത് ഈ ആഴ്ച നിങ്ങൾക്ക് നല്ല ആരോഗ്യം ലഭിക്കും. ചെറിയ പ്രശ്നങ്ങൾ വരികയും പോകുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ ഒരു വലിയ രോഗത്തിനും ഇരയാകില്ല. മുമ്പത്തേതിനേക്കാൾ ശാരീരികമായി നിങ്ങൾ ആരോഗ്യവാന്മാരാകും. ഈ ആഴ്ച സാമ്പത്തിക ജീവിതത്തിലെ ആവേശകരമായ പുതിയ സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇത് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ മികച്ച തലത്തിൽ കൊണ്ടുവരുമെന്ന് മാത്രമല്ല നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മുമ്പത്തേതിനേക്കാൾ ശക്തമാകും. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 8ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച കുടുംബത്തിൽ സമാധാനം സ്ഥാപിക്കുന്നതിനും അംഗങ്ങളുമായുള്ള നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും നിങ്ങൾ കൂടുതലായി ശ്രമിക്കും. എന്നിരുന്നാലും ഇതിനായി നിങ്ങൾക്ക് അംഗങ്ങളുടെ ആവശ്യമായ പിന്തുണ ലഭിക്കില്ല.
അതിനാൽ ഈ സമയത്ത് നിങ്ങൾ അനുപസമ്പന്നനായ ഒരാളുമായി സംസാരിക്കേണ്ടതാണ്. ഈ ആഴ്ച നിങ്ങളുടെ എതിർലിംഗത്തിലുള്ള ചില സുഹൃത്തുക്കൾ നിങ്ങളോട് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാം. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾക്കും അത് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പറയാനും കഴിയും. സാഹചര്യങ്ങൾ അനുകൂലമായി പ്രവർത്തിക്കുന്നതിന്റെ ആവശ്യം എല്ലായ്പ്പോഴും നമുക്ക് തോന്നില്ല. ഈ ആഴ്ച നിങ്ങൾക്കും അങ്ങനെ തോന്നും. ഈ ആഴ്ചയിൽ നിങ്ങളുടെ എല്ലാ തന്ത്രങ്ങളും പദ്ധതികളും ഉപയോഗശൂന്യമായി തോന്നും. സ്വയം പ്രചോദിതരായി തുടരാൻ അതുമൂലം നിങ്ങൾക്ക് കഴിയില്ല. ഈ ആഴ്ച നിങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് ഒരു പുതിയ സ്മാർട്ട് ഫോണോ ലാപ്ടോപ്പോ ആവശ്യപ്പെടാം. എന്നിരുന്നാലും നിങ്ങളുടെ മാതാപിതാക്കൾ ഇതിനകം തന്നെ അവരുടെ രക്തവും വിയർപ്പിലൂടെ നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നുണ്ടെന്ന കാര്യം മറക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ ഈ ആവശ്യങ്ങൾ അവരുടെ സാമ്പത്തിക ബജറ്റിനൊപ്പം ചേർത്ത് അവർക്ക് കൂടുതൽ ഭാരമുണ്ടാക്കാം. ചിങ്ങം രാശി. നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും ആസ്വദിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഈ സമയത്ത് രാശിക്കാർ അവരുടെ മോശം ശീലങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കും. ചന്ദ്ര ചിഹ്നമനുസരിച്ച് വ്യാഴം 10ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങൾക്ക് മുൻ നിക്ഷേപത്തിൽ നിന്ന് നല്ല പണം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനാൽ ഒരു പുതിയ വാഹനം വാങ്ങാനുള്ള നിങ്ങളുടെ സ്വപ്നവും പൂർത്തീകരിക്കപ്പെടും. എന്നാൽ എന്തെങ്കിലും വാങ്ങുമ്പോൾ നിങ്ങൾ വീട്ടിലെ മുതിർന്നവരോടുകൂടി ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. ഈ ആഴ്ച വീട്ടിലെ മുതിർന്ന ആളുകളിൽ നിന്ന് നിങ്ങൾ ആവശ്യമുള്ളതിലും കൂടുതൽ കാര്യങ്ങൾ ആവശ്യപ്പെടാം. ഇതുമൂലം നിങ്ങളുടെ വ്യക്തിജീവിതം സമ്മർദ്ദം ചെലുത്തുക മാത്രമല്ല, അതിന്റെ നെഗറ്റീവ് ഇഫക്റ്റ് നിങ്ങളുടെ ജോലിസ്ഥലത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. നിങ്ങൾ ഇപ്പോൾ ഇതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല, എന്നാൽ ഇത് കാരണം നിങ്ങൾ പിന്നീട് വിഷമിക്കേണ്ടിവരും. ചന്ദ്ര ചിഹ്നമനുസരിച്ച് രാഹു 8ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ചയിലുടനീളം നിങ്ങളെല്ലാം ക്ഷമയോടെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ഈ സമയം സ്വയം ആത്യന്തിക ശ്രേഷ്ഠമായി കാണാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ മറ്റുള്ളവരുടെ വാക്കുകൾക്കും ഉപദേശങ്ങൾക്കും നിങ്ങൾ വലിയ പ്രാധാന്യം നൽകില്ല. നിങ്ങളുടെ നേരിട്ടുള്ള സ്വാധീനം നിങ്ങളുടെ ജോലിയിൽ നിരന്തരമായ തടസ്സങ്ങൾക്ക് പ്രധാന കാരണമാകും. വിദ്യാർത്ഥികൾക്കായി ഈ ആഴ്ച നിരവധി മികച്ച നേട്ടങ്ങൾ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് വളരെ ശുഭകരമാവുകയും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ ശക്തിയിൽ മുന്നേറുന്നതിന് അപാരമായ വിജയം നേടാനുള്ള വഴി ഈ സമയം ലഭ്യമാകും. കന്നി രാശി. ആരോഗ്യം ജീവിതത്തിന്റെ യഥാർത്ഥ സമ്പത്താണ്. ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത് നടപ്പിലാക്കും. ചന്ദ്ര ചിഹ്നമനുസരിച്ച് വ്യാഴം 9ാം ഭാവത്തിൽ വരുന്നതിനാൽ ഇതുമൂലം നിങ്ങൾ എല്ലാവരുമായും പരസ്യമായി ചിരിക്കുകയും തമാശ പറയുകയും ചെയ്യും. എല്ലാ മാനസിക സമ്മർദ്ദങ്ങളെയും മറികടന്ന് വീട്ടിലും ജോലിസ്ഥലത്തും നിലകൊള്ളുക. ഈ ആഴ്ച പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന നിങ്ങളുടെ ശീലം നിങ്ങൾ നിയന്ത്രിക്കണം. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ വിനോദത്തിനായി ഇപ്പോൾ കൂടുതൽ സമയവും പണവും ചെലവഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഭാവിയിൽ സാമ്പത്തിക പരിമിതികൾ ഉണ്ടാകാം. ഈ ആഴ്ച നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായോ സുഹൃത്തുക്കളുമായോ ഒരു വിനോദയാത്രയ്ക്ക് പോകുന്നതിന് മികച്ചതാണ്. ഇത് നിങ്ങളുടെ മനസ്സിനെ ലഘൂകരിക്കുക മാത്രമല്ല, അവരുമായുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും. ചന്ദ്ര ചിഹ്നമനുസരിച്ച് ശനി 6ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച മേഖലയിൽ നിങ്ങളുടെ അനുകൂല വ്യക്തമായി ദൃശ്യമാകും. അതിനാൽ നിങ്ങളുടെ ശത്രുക്കളും ഓഫീസിലെ നിങ്ങളുടെ ചങ്ങാതിമാരാകും. ഒരു ചെറിയ നല്ല പ്രവൃത്തി കാരണം മാത്രം നിങ്ങൾക്ക് ഒരു വലിയ പ്രമോഷൻ ലഭിക്കും. അത് എല്ലാവരും ചർച്ച ചെയ്യും. അത്തരമൊരു സാഹചര്യത്തിൽ ഈ നല്ല സമയം ആസ്വദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുക. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച വിജയം നേടാം. എന്നാൽ ഇതിനായി അവരുടെ വിദ്യാഭ്യാസത്തിനായി എല്ലാ നടപടികളും തീരുമാനങ്ങളും എടുക്കുമ്പോൾ അവർ ക്ഷമയോടെ ശ്രദ്ധിച്ചു വർത്തിക്കേണ്ടതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം നേരിടുകയാണെങ്കിൽ നിങ്ങളുടെ മുതിർന്ന ആളുകളുടെ സഹായം എടുക്കാവുന്നതാണ്. തുലാം രാശി. ചന്ദ്ര ചിഹ്നമനുസരിച്ച് ശനി 5ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും. അതിനാൽ ആവേശകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും നിങ്ങൾക്ക് വിശ്രമം നൽകുകയും ചെയ്യും. ഈ ആഴ്ച കമ്മീഷൻ, ഡിവിഡൻഡ് അല്ലെങ്കിൽ റോയൽറ്റി വർക്ക് എന്നിവയിലൂടെ നിങ്ങൾക്ക് വലിയ ലാഭമുണ്ടാകും. കൂടാതെ നിങ്ങളിൽ പലരും അത്തരം ഏതെങ്കിലും പദ്ധതിയിൽ പണം നിക്ഷേപിക്കാൻ തയ്യാറാകും. അത് ലാഭത്തിനുള്ള സാധ്യതകൾക്ക് വഴിവെക്കും. ഈ ആഴ്ച നിങ്ങളുടെ പഴയ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ ഒത്തുചേരലിലെ അടുത്ത സുഹൃത്തുക്കൾക്കോ ഒരു വിരുന്ന് നൽകാം. ഈ സമയത്ത് നിങ്ങൾക്ക് അധിക ഊർജ്ജമുണ്ടാകും. ഇത് ഒരു പാർട്ടി അല്ലെങ്കിൽ ആഘോഷം സംഘടിപ്പിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. എന്നിരുന്നാലും ഇതുപോലൊന്ന് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ വീട്ടിലെ ആളുകളുമായി നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. പങ്കാളിത്ത ബിസിനസ് നടത്തുന്ന രാശിക്കാർക്ക് ഈ കാലയളവിൽ എല്ലാത്തരം മുൻകാല നഷ്ടങ്ങളും മറികടക്കാൻ സഹായിക്കും. ഈ സമയം നിങ്ങളുടെ ജോലിക്ക് വളരെ മികച്ചതായിരിക്കും. അതിനാലാൽ നിങ്ങൾ ശരിയായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതും നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കുന്നതിന് നിരവധി വലിയ വ്യക്തികളെ കണ്ടുമുട്ടുകയും ചെയ്യും. നിങ്ങളുടെ പരീക്ഷാ ഫലങ്ങൾക്കായി നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ ഈ ആഴ്ച നിങ്ങളുടെ കാത്തിരിപ്പ് അവസാനിക്കാം. ഈ സമയം നിങ്ങൾക്ക് ചില നല്ല വാർത്തകൾ ലഭിക്കും. പ്രത്യേകിച്ചും പഠനത്തിനായി കുടുംബത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് അവർക്ക് മാതാപിതാക്കളിൽ നിന്ന് പ്രോത്സാഹനം ലഭിക്കാനുമുള്ള യോഗം കാണുന്നു. വൃശ്ചികം രാശി. ഭക്ഷണത്തിൽ എരിവ് ചേർക്കുന്നത് ഭക്ഷണത്തെ രുചികരമാക്കുന്നതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നതിൽ ചിലപ്പോൾ ഒരു ചെറിയ സങ്കടം പോലും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു ദുരിതവുമില്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് സന്തോഷത്തിന്റെ യഥാർത്ഥ വില ആസ്വദിക്കാൻ കഴിയില്ല. ഈ ആഴ്ച സ്വയം ആരോഗ്യത്തോടും ശാന്തതയോടും ഇരിക്കാൻ ശ്രമിക്കുക. ചന്ദ്ര ചിഹ്നമനുസരിച്ച് വ്യാഴം 7ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച
ദാമ്പത്യ ജീവിതത്തിൽ അവരുടെ പങ്കാളിയുടെ ബന്ധുക്കളിൽ നിന്ന് സാമ്പത്തികമായി പ്രയോജനം നേടാൻ കഴിയും. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പലതരം സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ ഈ പണം ശരിയായ സ്ഥലത്ത് ചിന്തിച്ച് നിക്ഷേപിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ ആഴ്ച നിങ്ങളുടെ കുടുംബ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. അത് നിങ്ങൾക്ക് മാനസിക പിരിമുറുക്കം നൽകും. ഈ സാഹചര്യത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അവ പരിഹരിക്കാൻ ശ്രമിക്കുക. ഈ ആഴ്ച നിങ്ങളുടെ പ്രണയ പങ്കാളിയുമായുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളുടെ വ്യക്തിബന്ധത്തെ ബാധിക്കും. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ വിശ്രമിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മിക്കവാറും നിങ്ങളുടെ പ്രണയബന്ധം മെച്ചപ്പെടുത്തുക. നിങ്ങളുടെ പ്രണയ ജീവിതം മികച്ചതാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും നേരിടാൻ നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടും. ബിസിനസ്സുകാർക്ക് ഒരു ചങ്ങാതിയുടെ തെറ്റായ ഉപദേശം കാരണം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാം. അതിനാൽ എന്തെങ്കിലും തീരുമാനമെടുക്കുമ്പോൾ ആരുടെയും ഉപദേശത്തെ അന്ധമായി വിശ്വസിക്കുന്നത് ഒഴിവാക്കുക. വിദ്യാഭ്യാസത്തിൽ വരുന്ന മുമ്പുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ ആഴ്ച മറികടക്കും. അതിലൂടെ നിങ്ങളുടെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു നല്ല സ്ഥാനം നേടുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും. ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിന് സുഖവും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ താൽപ്പര്യവും ഉണ്ടാകും. ഇത് കാണുമ്പോൾ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളെക്കുറിച്ച് അഭിമാനം തോന്നും. ഈ സമയത്ത് എല്ലാവരിൽ നിന്നും ഒരു അകലം പാലിക്കുക. അല്ലെങ്കിൽ അവർ നിങ്ങളുടെ സമയം കൂടുതൽ ഉപയോഗശൂന്യമായ ജോലികളിൽ പാഴാക്കാം. ധനു രാശി, ദഹനക്കേട്, സന്ധിവേദന, തലവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന ആളുകൾക്ക് ഈ ആഴ്ച ആരോഗ്യകരമായ ജീവിതത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അവ മെച്ചപ്പെടുത്താൻ സാധ്യമായതെല്ലാം ചെയ്യും. നിങ്ങളുടെ പരിശ്രമം കൊണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളിൽ നിന്ന് പ്രോത്സാഹനം ലഭിക്കും. ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു 4-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ വരുമാനം വേഗത്തിൽ വർദ്ധിക്കും. എന്നിരുന്നാലും ഇതൊക്കെയാണെങ്കിലും ചില സാമ്പത്തിക പ്രതിസന്ധി നിങ്ങൾക്ക് അനുഭവപ്പെടും. കുടുംബജീവിതം മെച്ചപ്പെടുത്തുന്നതിന് ഈ ആഴ്ച നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ നടത്തും. ഈ സമയത്ത് മാതാപിതാക്കളുടെ ആരോഗ്യം മെച്ചപ്പെടും. ഇത് അവരുടെ ശരിയായ പിന്തുണ നേടാൻ സഹായിക്കും. ഇതിനൊപ്പം നിങ്ങളുടെ ഇളയ കൂടപ്പിറപ്പുകൾക്കും നിങ്ങളിൽ നിന്ന് അഭിപ്രായം ചോദിക്കും. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 3-ാം ഭാവത്തിൽ വരുന്നതിനാൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ ജോലിസ്ഥലത്ത് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇത് ബിസിനസ്സോ ജോലിയോ ആകട്ടെ, നിങ്ങളുടെ തന്ത്രവും പദ്ധതിയും എല്ലായിടത്തും വിലമതിക്കപ്പെടും. കൂടാതെ നിങ്ങളുടെ ചർച്ചകളിൽ മറ്റാളുകളും ശ്രദ്ധ ചെലുത്തും. ഇത് നിങ്ങൾക്ക് പ്രോത്സാഹനം നൽകും. ഈ ആഴ്ച മുൻകാലങ്ങളിൽ നിങ്ങൾ ചെയ്ത കഠിനാധ്വാനം, നിങ്ങളുടെ ശ്രമങ്ങൾ എന്നിവ മൂലം നിങ്ങൾ വിജയിക്കുകയും ചങ്ങാതിമാർ നിങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യും. ഈ സമയത്ത് കുടുംബത്തിൽ ബഹുമാനവും ആദരവും നേടുന്നതിനു പുറമെ നിങ്ങൾക്ക് അധ്യാപകരിൽ നിന്ന് ധാരാളം അഭിനന്ദനങ്ങൾ ലഭിക്കും. എന്നിരുന്നാലും ഈ സമയത്ത് അഹങ്കാരം നിങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. മകരം രാശി, ജീവിതത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ നിങ്ങളുടെ മാനസിക സമാധാനത്തെ തകർക്കും. അത്തരമൊരു സാഹചര്യത്തിൽ നല്ല ആരോഗ്യത്തിനായി നിങ്ങളുടെ ശരീരത്തെ വേദനിപ്പിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 2-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച മറ്റുള്ളവരെ പിന്തുടർന്ന് നിങ്ങൾ എന്തെങ്കിലും നിക്ഷേപം നടത്തുകയാണെങ്കിൽ സാമ്പത്തിക നഷ്ടമുണ്ടാകും. അതിനാൽ മറ്റുള്ളവരുടെ നിർദ്ദേശപ്രകാരം നിങ്ങളുടെ പണം എവിടെയെങ്കിലും നിക്ഷേപിക്കാതെ വിവേകത്തോടെ വർത്തിക്കുക. ഈ ആഴ്ച നിങ്ങളുടെ കുട്ടികളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അവർ നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞവരാണെങ്കിലും അവർ എല്ലായ്പ്പോഴും തെറ്റായിരിക്കുമെന്ന് അർത്ഥമാക്കുന്നില്ല. അതിനാൽ അവരുടെ ഉപദേശത്തിനും ഉചിതമായ പ്രാധാന്യം നൽകുന്നത് ഈ ആഴ്ച അവരെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. നിങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥനുമായി നേരിട്ട് സംവദിക്കാനും നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനും ഈ ആഴ്ച നിങ്ങൾക്ക് അവസരം ലഭിക്കും. ഇതിലൂടെ നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ എന്തിനാണ് നിങ്ങളോട് ഇത്ര മോശമായി സംസാരിച്ചത് എന്നും നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം നിങ്ങൾ അറിഞ്ഞാലുടൻ നിങ്ങളുടെ മനസ്സിന് ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കും. ഈ സമയത്ത് അവരുമായി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കുക. ഈ ആഴ്ച കുടുംബത്തിലെ കുട്ടികളുമായി കളിക്കുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതിനാൽ നിങ്ങൾ അവരോട് ദേഷ്യപ്പെടാം. ഇത് കുടുംബ സമാധാനത്തെ ബാധിക്കും. കുംഭം രാശി, ഈ ആഴ്ച നിങ്ങളുടെ മോശം ആരോഗ്യം കാരണം നിങ്ങളിൽ ധാരാളം ആത്മവിശ്വാസക്കുറവ് കാണും. അത്തരമൊരു സാഹചര്യത്തിൽ ധൈര്യമാണ് എല്ലാം എന്ന് സ്വയം വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ വളരെക്കാലമായി തുടരുന്ന നിങ്ങളുടെ രോഗത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനാകുന്നതാണ്. ചന്ദ്രചിഹ്നമനുസരിച്ച് കേതു 8-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച പണവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ ആശങ്കപ്പെടാം. ഏതെങ്കിലും വിശ്വസനീയമായ ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് ഉപദേശം തേടുകയും അവരിൽ നിന്നും സാമ്പത്തിക സഹായവും തേടാവുന്നതാണ്. ഈ ആഴ്ച നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തരീക്ഷം പതിവിലും മനോഹരമാക്കും. കൂടാതെ ഈ സമയത്ത് നിങ്ങളുടെ ചില ബന്ധുക്കളോ സുഹൃത്തുക്കളോ നിങ്ങളുടെ വീട് സന്ദർശിക്കാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഗ്രഹങ്ങളുടെ സ്ഥാനം കാരണം ഈ ആഴ്ച ജോലിയിൽ പ്രമോഷൻ പോലുള്ള നിരവധി നല്ല അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. മുൻകാലങ്ങളിൽ മോശമായിരുന്ന സാഹചര്യങ്ങൾ ഈ സമയത്ത് അവ ശരിയാകും. ഈ ആഴ്ച ജോലി അന്വേഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജോലി ലഭിക്കാൻ കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വന്നേക്കാം. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ആവശ്യമെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവരുടെ സഹായവും സ്വീകരിക്കാം.
മീനം രാശി, നിങ്ങളുടെ ദിനചര്യയിൽ യോഗ ഉൾപ്പെടുത്തിയാൽ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പലതും ഇല്ലാതാകുമെന്ന് ഈ ആഴ്ച നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ആത്മപരിശോധനയ്ക്ക് ഈ ആഴ്ച നിങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ നൽകും. ചന്ദ്ര ചിഹ്നമനുസരിച്ച് ശനി 11ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച പെട്ടെന്നുള്ള നിരവധി ചെലവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാം. ഇത് നിങ്ങൾക്ക് അധിക സാമ്പത്തിക ബാധ്യത വർദ്ധിപ്പിക്കും. ഈ സാഹചര്യങ്ങളിൽ സ്വയം ശാന്തത പാലിക്കുക. നിങ്ങളുടെ മുതിർന്ന കൂടപ്പിറപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായം സ്വീകരിക്കാം. ഈ ആഴ്ച നിങ്ങളുടെ വീടിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതിനു മുമ്പ് നിങ്ങൾ മറ്റ് അംഗങ്ങളുടെയും അഭിപ്രായം ചോദിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അവർ നിങ്ങൾക്കെതിരെ തിരിയാം. ഈ ആഴ്ച ഈ രാശിക്കാർക്ക് ധാരാളം സമയം ലഭിക്കും. എന്നാൽ ഇത് ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾക്ക് അത് പാഴാക്കാം. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. മനുഷ്യന്റെ വ്യക്തിത്വത്തെ ചിന്തകളും വസ്ത്രങ്ങളും പ്രതിഫലിപ്പിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ സ്കൂളിലേക്കോ കോളേജിലേക്കോ പോകുമ്പോൾ പ്രത്യേക ശ്രദ്ധ നൽകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. അല്ലെങ്കിൽ അത് നിങ്ങളുടെ സ്വഭാവത്തെ തകർക്കും.